ബി.ജെ.പി ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ കാലത്ത് നോക്കൂ, അവർ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വിശ്രമിക്കുന്ന ഒരു പാർട്ടിയല്ല. ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ കഴിഞ്ഞ സമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസം നമ്മൾ ലോക്സഭയിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം എന്തായിരുന്നു? ഞങ്ങൾ ബീഹാർ പിടിച്ചെടുത്തിരിക്കുന്നു, ഇനി ബംഗാൾ പിടിക്കാൻ പോകുന്നു എന്നാണ്. ബംഗാളിൽ നടക്കാനിരിക്കുന്നേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ തന്നെ ആ പണി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കേരളത്തിലും അവർ ഈ പരിപാടി ആരംഭിക്കാൻ പോകുന്നത്. അത് തിരുവനന്തപുരം കോർപ്പറേഷനെ മുൻനിർത്തിയായിരിക്കും. ഏതാണ്ട് 34 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ അവരുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 40,000 മേൽ വോട്ടാണ് ബി.ജെ.പി നേടിയിരിക്കുന്നത്. അതിൽ തന്നെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 45,000 മേൽ വോട്ട് നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം ഒരു ഉദാഹരണമാണ്. നിയമമാണെങ്കിലും കഴക്കൂട്ടമാണെങ്കിലും കാട്ടാക്കടയാണെങ്കിലും അതിഗംഭീരമായിട്ട് ബി.ജെ.പി പെർഫോം ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ താനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴക്കൂട്ടത്ത് വി മുരളീധരൻ താനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ മണ്ഡലങ്ങളിലൊക്കെ ഇവർക്കായിരുന്നു പാർട്ടി ചുമതല നൽകിയിരിക്കുന്നത്. അവർ തന്നെ അവിടെ തുടരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ മണ്ഡലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ബി.ജെ.പി അവരുടെ വർക്ക് നടത്താനിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 30% വോട്ട് നേടുക എന്നുള്ളതല്ല ബി.ജെ.പിയുടെ ലക്ഷ്യം. മറിച്ച് ഏറ്റവും ചുരുങ്ങിയത് 5 സീറ്റുകളെങ്കിലും നേടുക. 10 സീറ്റുകളാണ് ലക്ഷ്യം. 5 സീറ്റുകളെങ്കിലും ഉറപ്പാക്കുക എന്നുള്ള നിലയ്ക്കാണ് അവർ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി ഈ മാസം തിരുവനന്തപുരത്ത് എത്താൻ പോകുന്നത്. അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും. അതോടുകൂടി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി.ജെ.പിയുടെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കും. ഈ മാസം തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയും അവർ പുറത്തുവിട്ടുകൊണ്ട് ആദ്യം തന്നെ കളം കൈയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ബി.ജെ.പി ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.